ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ നന്ദയ്ക്ക് ഒരു വലിയ ഭീഷണിയായിട്ടാണ് VK സാർ വന്നിരിക്കുന്നത്. അപ്പോൾ വസന്ത് എന്നുള്ള പേരല്ല വീട്ടിൽ പറഞ്ഞിരിക്കുന്നത്, VK സാർ. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയയ്ക്ക് ഒരു സംശയം തോന്നേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മുടെ ഗൗതത്തിൻ്റെ അരികിൽ വന്നിരുന്ന് ഗൗതത്തിനെ കണ്ണിറയെ കണ്ടുകൊണ്ട്, ഗൗതം സാർ എന്താ പറഞ്ഞത്, എനിക്ക് പ്രണയിക്കാൻ അറിയില്ലെന്നല്ലേ, എങ്കിലേ ഈ നന്ദയുടെ പ്രണയം സാർ ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് മനസ്സുകൊണ്ട് ചിന്തിച്ച് ആശാത്തി ഇങ്ങനെ അവിടെ ബെഡ്റൂമിൽ ഗൗതത്തിൻ്റെ കൂടെ കട്ടിലിൽ കിടന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിങ്കിയാണ് കേട്ടോ. പിങ്കിക്കാണെങ്കിൽ ഇരുന്നിട്ട് ഒരു സമാധാനമില്ല. എങ്ങനെയെങ്കിലും നന്ദയ്ക്കിട്ടുള്ളൊരു പണി കൊടുക്കണം. അപ്പോൾ വീട്ടിലിപ്പോൾ എല്ലാവരുടെയും സ്റ്റാറായി മാറിക്കൊണ്ടിരിക്കുന്ന നന്ദ. അതിൻ്റെ കാരണം നന്ദ പഠിക്കുന്ന വിഷയം അല്ലെങ്കിൽ പഠിക്കുന്ന കോളേജ് ഇതൊക്കെയാണ്. അവിടെ എല്ലാവരും നന്ദ എന്തോ വലിയ സംഭവമാക്കി വെച്ചിരിക്കുകയാണെന്നുള്ളൊരു തോന്നലാണ് ഈ പറയണ പിങ്കിക്ക്. എല്ലാം തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന നമ്മുടെ നന്ദ എക്സാമുകൾക്കൊക്കെ പാസ്സാകുന്നു, അതുപോലെ തന്നെ നല്ല മാർക്ക് മേടിക്കുന്നു, ടീച്ചേഴ്സിൻ്റെയും സാറുമാരുടെയൊക്കെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആവുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നന്ദയ്ക്കുള്ള തിരിച്ചടി ഇനി അവിടുന്ന് കൊടുക്കാമെന്ന് പിങ്കി അങ്ങ് വിചാരിക്കാം. അങ്ങനെ പിങ്കി വിചാരിച്ചിട്ട് പിങ്കി എന്ത് ചെയ്തു, പിങ്കി വേഗം തന്നെ മനസ്സുകൊണ്ട് ഉറപ്പിക്കുകയാണ്, ഒരു കാരണവശാലും നന്ദയ്ക്ക് ഇവിടെ സ്റ്റാർ ആകാനുള്ളൊരു അവസരം ഉണ്ടാകരുത്. അതിന് വേണ്ടിയിട്ട് തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അത് കോളേജിൽ നന്ദയ്ക്കെതിരായിട്ട് ആരെങ്കിലും ഒന്ന് കയ്യിലെടുക്കണം. അങ്ങനെ കയ്യിലെടുത്ത് നന്ദയുടെ ആ ഒരു നീക്കങ്ങളും കാര്യങ്ങളും എല്ലാം അപ്പം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം കാര്യങ്ങൾ എളുപ്പമാകും. അപ്പോൾ നന്ദയ്ക്കുള്ള ആ ഒരു പണി അത്രയും കുറച്ച് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യവും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പുള്ളിക്കാരി അത് മനസ്സിൽ ഉറപ്പിച്ചിങ്ങനെ കിടക്കുക. എന്തായാലും രാവിലെ തന്നെ നന്ദയുടെ കോളേജിലേക്ക് പോകണം, നന്ദയ്ക്കുള്ള പണിയെടുക്കാൻ അല്ലെങ്കിൽ കൊടുക്കാനുള്ള ഒരു വ്യക്തിയെ കണ്ടുപിടിക്കണം എന്നുള്ളൊരിതിൽ. അങ്ങനെ ഇതെല്ലാം അറിയാതെ നമ്മുടെ നന്ദ രാവിലെ തന്നെ കോളേജിലേക്ക് പോകാൻ ഇറങ്ങുന്നു. കോളേജിലേക്ക് പോകണം. അപ്പോൾ നമ്മുടെ പ്രിയയെ കണ്ടു, പ്രിയയായിട്ട് സംസാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഇനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ എന്നോട് പറയണം എന്ന് പ്രിയ ഇങ്ങനെ പറയാം. അപ്പോൾ എന്തായാലും പ്രിയയോടുള്ള ഒരു ഇഷ്ടം അത് ഏതൊക്കെയോ വഴിയിലൂടെ ഇങ്ങനെ വഴിതിരിഞ്ഞ് കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്, വഴിതിരിഞ്ഞ് കാണിക്കുന്ന വ്യക്തിയായിട്ടാണ് വസന്തിനെ കാണിക്കുന്നത്. ഒരേ സമയം തന്നെ സ്നേഹം കൊണ്ട് പൊതിയുന്നു, അതേസമയം തന്നെ പ്രിയയെ തെറി വിളിക്കുന്നു, അതോടൊപ്പം പ്രിയയെ ഉപദ്രവിക്കുന്നു. ഇതിനെല്ലാം ഉള്ളൊരു ടെൻഡൻസി ഉള്ള ഒരാളായിട്ടാണ് വസന്തിനെ കാണിക്കുന്നത്. അപ്പോൾ വസന്തിൻ്റെ ഉള്ളിൽ നിറച്ച് നമ്മുടെ പ്രിയയാണ്. മറ്റൊരു പെണ്ണിൻ്റെ മുഖത്ത് നോക്കാൻ പോലും കഴിയാത്ത വിധം പ്രിയ ആ മനസ്സിലേക്ക് ആഴത്തിൽ പതിഞ്ഞു പോയി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും വ്യക്തമാണ്. എന്തായാലും ആ ഒരു ഇത് മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് ആ ഒരു ദേഷ്യമാണ് മറ്റുള്ള പെൺകുട്ടികളോടും ഈ പുള്ളിക്കാരൻ കാണിക്കുന്നത്. കോളേജിൽ ചെന്നിട്ട് നമ്മുടെ നന്ദ എല്ലാ സാറുമാർക്കും ടീച്ചേഴ്സിനും നല്ല ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും ഇദ്ദേഹം എപ്പോഴും നമ്മുടെ നന്ദയെ ഓരോന്ന് കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. തൊടുന്നതും പിടിക്കുന്നതും എല്ലാം കുറ്റമാണ്. അങ്ങനെ നമ്മുടെ നന്ദ യാദർശികമായിട്ട് ഇദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇദ്ദേഹം ഇന്നലെ പുക വലിച്ചതിൻ്റെ പേരിൽ കുട്ടികളെ കുറച്ച് പേരെ ഇങ്ങനെ പിടിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി നമ്മുടെ നന്ദ അറിഞ്ഞതനുസരിച്ച് നന്ദ ചെന്ന് സാറിനോട് ചോദിച്ചു. അപ്പോൾ കുട്ടികൾ അങ്ങനെ ചെയ്തത് അത്ര വലിയ തെറ്റാണോ, അല്ലെങ്കിൽ അത് ഇത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു സാർ എന്നൊക്കെ ചോദിച്ച് നന്ദ ചെന്ന് ചോദിക്കും. നന്ദയ്ക്ക് പിന്നെ ചെന്ന് തലയിടേണ്ട ആ കാര്യമൊന്നും ഇല്ലാത്തതാ. പക്ഷെ നന്ദ ചെന്ന് ചോദിച്ചു. അപ്പോൾ നന്ദ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അതെ, ഈ സിറ്റിയിൽ ബാറുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കള്ള് കുടിക്കാനാണ്, അതുപോലെ തന്നെ സിഗരറ്റ് വലിക്കാനുമാണ്. പക്ഷേ ഈ സരസ്വതി ക്ഷേത്രം അത് ഇതിനൊന്നുള്ള ഒരിടമല്ല, അത് പഠിക്കാനുള്ള ഇടമാണ്. അവിടെ പഠിത്തം മാത്രം മതി, കൂടുതൽ കാര്യങ്ങളിലൊന്നും ഇയാൾ തലയിടാൻ നോക്കണ്ട. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല, ഇയാൾക്ക് പഠിക്കാനൊന്നുമില്ലെന്ന് ചോദിച്ചു. മറ്റുള്ളവരുടെ എല്ലാവരുടെയും മുന്നിൽ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആണെന്നുള്ള അഹങ്കാരം കൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരരുതെന്ന് അദ്ദേഹം നമ്മുടെ നന്ദയോട് പറയാം. ഇപ്പോൾ സാർ എന്തൊക്കെ ഈ പറയുന്നതെന്ന് നന്ദ ചോദിച്ചപ്പോൾ ഓവർ സ്മാർട്ട്നെസ് ഒരുപാട് വേണ്ടെന്നും പറഞ്ഞു. അങ്ങനെ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുകയും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇങ്ങനെ തലയിടുകയും ചെയ്യുന്നത് വളരെ മോശമായൊരു സ്വഭാവമാണെന്നും അതിനുള്ള അവസരങ്ങളൊന്നും ഉണ്ടാക്കരുതെന്നും പറഞ്ഞു. അതായത് നമ്മുടെ ആ പിള്ളേരെ വഴക്ക് പറയിക്കുകയും അല്ലെങ്കിൽ പിടിച്ച് ഇവരുടെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്ത് സാർ എന്തിനാണ് ഇങ്ങനെ മദ്യപിക്കുന്നത്, അല്ലെങ്കിൽ ആ സാറിൻ്റെ സ്വഭാവം എന്താണെന്നാണ് നന്ദ ചോദിച്ചത്. അതാണ് പുള്ളിക്കാരനെ ഇഷ്ടപ്പെടാതെ പോയത്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് അല്ലെങ്കിൽ എത്തി നോക്കുന്നതൊന്നും ശരിയല്ലെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നന്ദയെ കുറ്റപ്പെടുത്തുന്നു. എന്തായാലും നന്ദയും സാറും കൂടി ഇങ്ങനെ വഴക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് തപ്പിത്തേടി ദേ വരുന്നത് നന്ദയുടെ കോളേജിലേക്ക് പിങ്കി. അപ്പോൾ പിങ്കി വീട്ടിൽ നിന്ന് ഇറങ്ങി മറ്റൊരിടത്തേക്ക് പോവുകയാണെന്നും പറഞ്ഞു വന്നതിന് ശേഷം നന്ദയുടെ കോളേജിലേക്ക് വന്ന്
പിങ്കി അതിലെയൊക്കെ നോക്കുക ഇവിടെ എങ്ങാനും ഉണ്ടോ, അവളെ എങ്ങനെ കണ്ടോ എന്നൊക്കെയുള്ളൊരിത്. പക്ഷേ ഈ പുള്ളിക്കാരി വന്നതൊന്നും നമ്മുടെ നന്ദ അറിഞ്ഞിട്ടില്ല. നന്ദ അന്നേരം അവിടെ സാറുമായിട്ട് നല്ല പോര് വിളിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിലുള്ള വഴക്കും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ പിങ്കി ഇങ്ങനെ തപ്പിത്തേടി വരുന്നു. അപ്പോൾ നമ്മുടെ നന്ദ ഇങ്ങനെ സാറുമായിട്ട് വഴക്കുണ്ടാക്കി താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴേക്കും നമ്മുടെ പ്രിയ നന്ദയെ വേഗം വീഡിയോ കോൾ വിളിച്ചു. അപ്പോൾ പ്രിയ വീഡിയോ കോൾ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദ ആ കോൾ അറ്റൻഡ് ചെയ്തു. നന്ദ ഇങ്ങനെ പ്രിയച്ചി വെക്ക് പ്രിയച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാം. എന്താ നീ എന്തിനാ പേടിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഇന്ന് അവിടെ ഉണ്ടായോ എന്നൊക്കെ പ്രിയച്ചി ചോദിക്കാം. അപ്പോൾ ഞാനെല്ലാം വിശദമായിട്ട് വീട്ടിൽ വന്നിട്ട് പറയാം പ്രിയച്ചി ഇപ്പോൾ വെച്ചോളാനൊക്കെ പറയുന്നുണ്ട് നന്ദ. പക്ഷെ അങ്ങനെ എന്തായാലും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ആശാൻ അവിടെ വന്നു. വെക്കി ചേച്ചി എന്ന് പറഞ്ഞോണ്ട് എന്താ പ്രിയ എന്താ നന്ദ എന്താ പ്രശ്നം എന്ന് പ്രിയ ചോദിച്ചപ്പം അതെ വി കെ സാറ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. വി കെ സാറ് വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ദേ ഈ സാറ് അടുത്ത് വന്നു കഴിഞ്ഞു. എന്താണോ ഇത്, എല്ലാവരെയും ചട്ടവും ന്യായവും പഠിപ്പിക്കുന്നു, താനെന്താ ഇവിടെ വന്നൊന്ന് ഫോൺ വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ എൻ്റെ ചേച്ചിയാണ് വിളിച്ചതെന്ന് ഇങ്ങനെ പറയാം. ഓഹോ, കോളേജിൽ വരുന്ന അനുജത്തെ വീഡിയോ കോൾ തന്നെ ചേച്ചിക്ക് വിളിക്കണോ, കാണട്ടെ തൻ്റെ വകതിരിവും മര്യാദയില്ലാത്ത ചേച്ചിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആരാ നന്ദാ അത്, എന്താ നന്ദാ അതെന്നൊക്കെ പ്രിയ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് പ്രിയ ഇങ്ങനെ പ്രിയ വിളിച്ചതിൻ്റെ പേടിയിൽ നിൽക്കുകയാണ് നമ്മുടെ നന്ദ. പേടിച്ചാ നന്ദ ഇങ്ങനെ നിൽക്കുന്നത്. നന്ദ എന്നിട്ട് സാറ് കണ്ടിട്ടുണ്ട് തീർന്നു എന്നുള്ളൊരിതിൽ. അപ്പോൾ പ്രിയേച്ചിയും സാറും തമ്മിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വഴക്കാവും എന്നുള്ള കാര്യം അറിയാം. കാരണം പ്രിയേച്ചി അങ്ങനെ ഇങ്ങനെ ഒന്നിനും നിന്ന് കൊടുക്കുന്ന ഒരാളല്ലല്ലോ. സാറിൻ്റെ സ്വഭാവം വെച്ച് അതേ ദേഷ്യത്തോടു കൂടി പ്രിയേച്ചിയോട് സംസാരിക്കും, പിന്നെ അതൊരു വിഷയമാകും. ആ ഒരു പേടിയാണ് നന്ദയ്ക്ക്. അപ്പോൾ തൻ്റെ വകതിരിവില്ലാത്ത ചേച്ചിയെ കാണിച്ച് അനുജത്തിയെ പഠിക്കാൻ വിട്ടിട്ട് അനുജത്തിയുടെ കോളേജിലേക്ക് വീഡിയോ കോൾ വിളിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ നിർബന്ധിക്കുക ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആരാ നന്ദ കൊടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് പ്രിയ അവിടെ നിന്ന് പറയുന്നുണ്ട്. പേടിച്ച് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്താണ് പിങ്കി അങ്ങോട്ടേക്ക് വരുന്നത് നന്ദ കണ്ടത്. അപ്പം എന്താ പറയുന്നത്, തലനാരിഴയ്ക്കാണ് വസന്തും അതുപോലെ തന്നെ നമ്മുടെ പ്രിയയും കൂടെ കാണാനുള്ള സാഹചര്യം ഒഴിഞ്ഞു മാറിപ്പോകുന്നത്. പിങ്കി അങ്ങോട്ടേക്ക് വന്നു. പിങ്കി അങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ നന്ദ ഇത് കണ്ടു. അപ്പോൾ സാർ ഒരു നിമിഷം സാർ അതെൻ്റെ കസിൻ സിസ്റ്ററാണെന്നും പറഞ്ഞുകൊണ്ട് നന്ദ അവിടെ നിന്ന് അങ്ങോട്ട് പോവുക. ഓ, കുടുംബക്കാർ മൊത്തത്തോടെയാണോ അതെൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ വരുന്നത്, എന്താ ഇനി എന്നെ വലിയ ബ്ലാക്ക് മെയിലും ചെയ്യാൻ വന്നതാണോ, അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും ചെയ്യാൻ വന്നതാണോ എന്നൊക്കെ ചോദിച്ചാൽ സാറ് ഇങ്ങനെ ദേഷ്യപ്പെടുക. അപ്പോൾ അതൊന്നുമല്ല സാർ, ഞാനൊന്ന് പോട്ടെ സാറെന്ന് പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ നിർബന്ധിച്ച് അങ്ങ് പോണു. ഈ സമയം പിങ്കി എന്തിനാ വന്നതെന്നുള്ള കാര്യം നന്ദയ്ക്ക് അറിയില്ലല്ലോ. അപ്പോൾ പിങ്കിക്കരികിലേക്ക് ഓടിച്ചെന്നു. പിങ്കി താനെന്താ ഇവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ പിങ്കി നന്ദ കാണരുതെന്ന് ആഗ്രഹിച്ചാണ് വന്നത്. എന്തായാലും ആശുപത്രി അല്ലെങ്കിൽ ആ ഒരു കോളേജ് പരിസരവും ആശുപത്രി പരിസരവും ഇവിടെയൊക്കെ ആരെങ്കിലുമൊക്കെ കയ്യിലെടുത്ത് നന്ദയെ ചതിക്കാം അല്ലെങ്കിൽ നന്ദയ്ക്കിട്ടുള്ള പണി കൊടുക്കാമെന്ന് വിചാരിച്ചു വന്ന പിങ്കിയെ നന്ദ കയ്യോടെ പൊക്കി. അതുതന്നെയാണ് സത്യം. അങ്ങനെ പിങ്കി ചമ്മി വിളറി ഇങ്ങനെ നന്ദയുടെ മുന്നിൽ നിൽക്കുക, ഉത്തരം മുട്ടി. കാരണം എന്ത് പറയും, എന്തിനാ വന്നതെന്ന് ചോദിച്ചതിന് മറുപടിയില്ല. അങ്ങനെ പപ്പ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ല ഞാൻ വീട് വരെ ഒന്ന് പോയ വഴിക്ക് നിന്റെ കോളേജൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് കയറിയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നങ്ങ് കിടന്ന് ഉരുളുവാണേ. നന്ദയ്ക്ക് മനസ്സിലായി എന്തോ ഒരു പണി ഉണ്ടെന്നുള്ള കാര്യം. ഈ സമയത്ത് ഈ വസന്ത് എന്ന് പറയുന്ന സാർ അങ്ങോട്ടേക്ക് വന്നു. വസന്ത് വന്നിട്ട് ചോദിച്ചു, ഇതാണോ നിൻ്റെ കസിൻ സിസ്റ്റർ എന്ന് ചോദിച്ചു. അങ്ങനെ വരുന്നവർക്കും പോകുന്നവർക്കൊന്നും വിസിറ്റേഴ്സിങ് സമയം ഇതല്ലെന്നുള്ളത് അറിയത്തില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ദേഷ്യപ്പെടും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് കണ്ടു കഴിഞ്ഞപ്പം പിങ്കിക്ക് മനസ്സിലായി ഇവർ തമ്മിൽ അത്ര ടൈമിലല്ലെന്നുള്ളത്. ഇയാളെ കയ്യിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദയ്ക്കിട്ടുള്ള പണി കൊടുക്കാം എന്ന ആശാത്തി വെറുതെ അങ്ങ് വിചാരിച്ചു. പക്ഷേ പിങ്കി അത് വലിയ പുൾക്കിരിയുടെ അടുത്ത് തലയിൽ വെക്കുന്നത് പോലെയാണെന്നുള്ള കാര്യം പിങ്കിക്ക് അറിയില്ലല്ലോ. അങ്ങനെ പിങ്കി ആ ഒരു കാര്യം മനസ്സിലാലോചിച്ചു. അയ്യോ അങ്ങനെയൊന്നുമല്ല, ഞാൻ വെറുതെ വന്നതാണ് സാർ, ഈ നന്ദ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നന്ദയുടെ ഒരു 100 കുറ്റം ഇയാൾ പിങ്കിയോട് പറയാം. അപ്പോൾ കസിൻ സിസ്റ്റർ അല്ലേ, വീട്ടിൽ ചെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് ആശാൻ പറയുന്നത്. അങ്ങനെ നന്ദയെ മനഃപൂർവ്വം ചെളി വാരി തേക്കുന്ന രീതിയിൽ അയാൾ പിങ്കിക്ക് മുന്നിൽ സംസാരിച്ചു. പക്ഷേ ഇതൊന്നും ഇവർ തമ്മിലുള്ള ആ ഒരു വഴക്കും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് അദ്ദേഹത്തിന് അറിയത്തില്ലാത്തത് കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹം ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നന്ദയെ കുറ്റപ്പെടുത്തി പിങ്കിയുടെ മുന്നിൽ സംസാരിക്കുന്നു. പക്ഷേ ഇതൊക്കെ കേട്ട് നമ്മുടെ നന്ദ ഇങ്ങനെ ആകെ ചൂളി നിൽക്കുവാണ്. എന്താണ് സംഭവിക്കുന്നത്, ഇനിയിപ്പോൾ ഇത് വെച്ച് നമ്മുടെ പിങ്കിക്ക് ആളാകാൻ വീട്ടിൽ ചെന്നിട്ട് നന്ദയെ കുറ്റപ്പെടുത്താം. അപ്പോൾ അതൊക്കെ ഓർത്തിട്ടുള്ള ഒരു ടെൻഷനുണ്ട് നന്ദയ്ക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.